പീസ് സ്കൂളിന് അംഗീകാരമില്ല എന്നതാണല്ലോ മറ്റൊരു കാര്യം ഇപ്പോൾ വിമർശനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് CBSE സ്കൂളുകളും മറ്റ് സ്കൂളുകളുമെല്ലാം നടക്കുന്നതെന്നോ, അംഗീകാരത്തിൻ്റെ രീതിശാസ്ത്രം എന്താണെന്നോ, അഫിലിയേഷൻ എങ്ങനെയാണ് കിട്ടുക എന്നോ ഒന്നും അറിയാത്ത ആളുകളായി മാധ്യമപ്രവർത്തകർ ഒരിക്കലും മാറരുത്. അവർ സമൂഹത്തെക്കുറിച്ച് അറിയണം. കേരളത്തിൽ തന്നെ 560 സ്കൂളുകൾ അഫിലിയേഷന് വേണ്ടിയുള്ള NOCക്ക് അപ്ലൈ ചെയ്ത് NOC കാത്ത് നിൽക്കുന്നുണ്ട് CBSE സ്കൂളുകളിൽ. NOC കിട്ടിയതിന് ശേഷവും CBSEൻ്റെ അഫിലിയേഷൻ കാത്ത് കിടക്കുന്ന 30ഓളം സ്കൂളുകളുണ്ട്. കേരളത്തിലാകെ 1400 താഴെ സ്കൂളുകൾക്കാണ് അഫിലിയേഷൻ ഉള്ളത് CBSEയുടെ. ഈ സ്കൂൾ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സ്കൂൾ അഫിലിയേഷൻ എന്താ? CBSE എങ്ങനെയാണ് അഫിലിയേറ്റ് ചെയ്യുന്നത്? ഒരു സ്കൂൾ 6ാം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞിട്ടാണ് CBSE അഫിലിയേഷൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത്. CBSE അഫിലിയേഷൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത് ഒരു സ്കൂൾ 6ാം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ NOCക്ക് വേണ്ടി, NOC എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ നമുക്ക് നൽകുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങും. അങ്ങനെ ആ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് 8ാം ക്ലാസ് അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കണം. 8ാം ക്ലാസ്സിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ആ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ CBSEയുടെ അഫിലിയേഷന് വേണ്ടി ശ്രമിക്കണം. CBSEയുടെ അഫിലിയേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ അഫിലിയേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CBSEയുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചാണോ നമ്മുടെ സ്കൂൾ നടക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി ആളുകൾ വരികയും അവരുടെ പരിശോധനാ ഫലം പൂർത്തിയാവുകയും ചെയ്താൽ അഫിലിയേഷൻ തരും. അതാണ് സാധാരണ പ്രോസസ്സ്. ഇതിൽ ഞങ്ങളെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എല്ലാ പ്രോസസ്സിലുള്ള സ്കൂളുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മംഗലാപുരത്തെയും കോട്ടക്കലെയും സ്കൂളുകൾക്ക് CBSE അഫിലിയേഷൻ ലഭിച്ചതാണ്. അതേപോലെ തന്നെ കോഴിക്കോട് സ്കൂളിന് NOC ലഭിച്ച് CBSEയുടെ അഫിലിയേഷൻ്റെ പ്രോസസ്സിലാണ്. ബാക്കിയുള്ള സ്കൂളുകൾ NOCക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇപ്പോൾ എറണാകുളം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം സ്കൂൾ NOCക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പണികൾ നടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഡിസംബർ ആകുമ്പോഴേക്ക് NOC നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതൊരു വശം. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ സ്കൂളാണ്. ഇൻ്റർനാഷണൽ സിലബസ് അംഗീകരിക്കപ്പെട്ടതാണ്. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എറണാകുളം സ്കൂളിൽ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ച സ്കൂളാണ്. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കൗൺസിൽ നമ്മുടെ സ്കൂളിൻ്റെ പഠന രീതികളെ പരിശോധിക്കുകയും അവരുടെ നിലവാരത്തിനനുസൃതമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം നൽകുന്ന അംഗീകാരമാണത്. ഇതിൻ്റെ അംഗീകാരത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ വരെ നടത്താൻ കഴിയും. അഥവാ ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള ബ്രിട്ടനെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വരികയും നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോവുകയും എല്ലാം ചെയ്തുകൊണ്ടുള്ള സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ എഡക്സലിൻ്റെ IGCSEയുടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള പ്രോസസ്സിലുമാണ്. അപ്പോൾ അംഗീകാരം ലഭിക്കാത്ത സ്കൂളാണ് എന്ന പ്രചാരണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. തീർച്ചയായും നമുക്ക് NOC ലഭിച്ചിട്ടില്ല. ആ NOC ലഭിച്ചിട്ടില്ല എന്നതൊരു കുറ്റകൃത്യമല്ല. NOC ലഭിക്കാതെ സ്കൂൾ നടത്തി എന്നുള്ളത് കുറ്റകൃത്യമല്ല. NOC ലഭിക്കാതെ കേരളത്തിൽ
എൻ ഒ സിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന 560ഓളം സ്കൂളുകളുണ്ട്. അപ്പോൾ പീസ് സ്കൂളിനെതിരെ ഇത്തരം ഒരു ആരോപണം വരുന്നത്, ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇത് എൻ ഒ സി അല്ല, സ്കൂളിനെ തകർക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളിൽ ഒരെണ്ണമായി എൻ ഒ സിയും എടുത്തു പറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ഇൻഷാ അല്ലാഹ് നിയമവിധേയമായി തന്നെ പരീക്ഷ എഴുതും. അവർ ഇൻഷാ അല്ലാഹ് CBSEയുടെ പരീക്ഷ തന്നെ എഴുതുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതല്ലെങ്കിൽ IGCSEയുടെ പരീക്ഷ നമ്മുടെ കുട്ടികൾ എഴുതും, അള്ളാഹു അനുഗ്രഹിച്ചാൽ.